ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 12 വരെ തിരുവചനങ്ങൾ. കടൽ തീരത്തെ അത്ഭുതങ്ങൾ. കടൽ തീരത്ത് ഒരു വള്ളം ഒരുക്കി ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് ഈശോ ഇങ്ങനെ നിൽക്കുമ്പോൾ കടൽ തീരത്തെ മണൽത്തരി പോലെയും ചക്രവാള സീമ പോലെയും അളവില്ലാത്തതും അഗാധവുമായ ഈശോയുടെ സ്നേഹവും കരുണയുമാണ് അവൻ്റെ ഓരോ അത്ഭുതങ്ങളിലും നിഴലിക്കുന്നത് എന്ന് വിശുദ്ധ മർക്കോസ് വരച്ചു കാണിക്കുന്നുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വവും ശക്തിപ്രാഭവവും വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്ന ഈ ഭാഗത്ത് ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തരാകുന്ന ചിലരെ ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണ്. അവൻ തൊടുവാനായി കാത്തു നിൽക്കാതെ അവനെ തൊടുവാനായിട്ട് അവർ കാണിച്ച മിടുക്കാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ആൾക്കൂട്ടത്തിലെ ചില രോഗികൾ അവനെ സ്പർശിക്കാൻ തിക്കിത്തിരക്കിയതായി വചനം സാക്ഷ്യപ്പെടുത്തുന്നു. വലിയ രീതിയിലുള്ള മുക്തിയുടെയും സൗഖ്യത്തിൻ്റെയും അനുഭവത്തിലൂടെ കടൽ തീരത്തെ ഈ ആൾക്കൂട്ടം കടന്നുപോകുന്നു. ഈ ആൾക്കൂട്ടം എത്തിച്ചേർന്ന വലിയ സൗഖ്യത്തിൻ്റെയും മുക്തിയുടെയും വഴികളെ 3 അടയാളപ്പെടുത്താം. ഒന്നാമതായി, അവർ അവൻ്റെ സാന്നിധ്യം തേടി. ജെറുസലേം, യൂദയ, ജോർദാൻ ഇങ്ങനെ പല അകലങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ജനം യേശു എന്ന ഒറ്റ നാമം തേടി അവനായിരിക്കുന്ന ഇടമന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുന്നു. കർത്താവിനായുള്ള ഓരോ അലച്ചിലും അവൻ എണ്ണുന്നുണ്ട്. അതിന് അവൻ്റെ മുന്നിൽ വിലയുണ്ട്. രണ്ടാമതായി, അവർ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. അവൻ മുൻപ് ചെയ്ത പല കാര്യങ്ങളിലും അത്ഭുതങ്ങളിലും നിന്ന് അവൻ്റെ മുന്നിലൊന്ന് എത്തിപ്പെട്ടാൽ ജീവിതം മാറിമറിയും എന്ന വലിയ വിശ്വാസം തന്നെയാണ് അവൻ്റെ സാന്നിധ്യ സ്മരണയിൽ അവർക്ക് ഊർജം പകരുന്നത്. മൂന്നാമതായി, അവനെ സ്പർശിക്കാനുള്ള ശ്രമം. യേശു തൊടുന്ന ഒരു സുന്ദര മുഹൂർത്തത്തിനായി കാത്തു നിൽക്കാതെ ഇതാണ് സ്വീകാര്യമായ സമയം, രക്ഷയുടെ നിമിഷം എന്ന തിരിച്ചറിവിൽ അവനെ തൊടാൻ അവർ ശ്രമിക്കുന്നു. പ്രിയമുള്ളവരെ, അവൻ്റെ സാന്നിധ്യം തേടിയുള്ള നമ്മുടെ യാത്രകൾ കൂദാശകളിലും അൾത്താരയുടെ ചുവട്ടിലുമാണ് അവസാനിക്കേണ്ടത്. ദിവ്യകാരുണ്യ സാന്നിധ്യമായി, വചനമായി അവൻ അവിടെയുണ്ട്. സങ്കീർത്തനം 77:10 കാണുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു. ശക്തി പ്രകടമാകാത്തതിന് കാരണം വിശ്വാസരാഹിത്യമോ ഹൃദയകാഠിന്യമോ ആകാം. അവരുടെ അവിശ്വാസം നിമിത്തം ഈശോ കാര്യമായ അത്ഭുതങ്ങൾ ഒന്നും തന്നെ ചെയ്യാത്ത സന്ദർഭങ്ങളിലും ഈ ഒരു ശക്തി പ്രകടമാകാത്തത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈശോയുടെ ശക്തി പ്രകടമാകാൻ തക്ക വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലെ മനോഹരമായ ഒരു സ്പർശം. പിതാവ് തന്നെ തേടി വന്ന് ആലിംഗനം ചെയ്യാൻ കാത്തു നിൽക്കാതെ പിതാവിനെ തേടി എത്രയും വേഗം തിരികെ ചെന്ന് പിതാവിൻ്റെ ആലിംഗന സ്പർശം തേടിയ ഒരു ധൂർത്തപുത്രൻ്റെ അനുരഞ്ജന സ്പർശന രംഗമാണ്. ഓരോ കൂദാശകളിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും ഈശോയെ തൊടാനുള്ള ആ ഒരു സ്പർശനത്തിൻ്റെ അവസരം നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടതായ മാറ്റം വരേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒട്ടും മടിച്ചു നിൽക്കാതെ അവനെ തേടി യാത്ര പുറപ്പെടാം. അവൻ്റെ സാന്നിധ്യവും സ്പർശവും നമുക്ക് കൊതിക്കാം. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം നേരുന്നു.